ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഫാമിലിയോടൊപ്പം ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വൈകുന്നേരത്തെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ യാത്ര തുടരാമെന്ന് വിചാരിച്ച്, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് കയറുന്ന ഒരു സ്ഥലം തന്നെയാണ് VH അവിൽ മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയത്. അപ്പോൾ കുറച്ച് പേർക്ക് അവിൽ മിൽക്ക് വേണമെന്ന് പറഞ്ഞു. കുറച്ച് പേര് പിന്നെ ചായ കോഫി അങ്ങനെ പറഞ്ഞു. അപ്പോൾ രണ്ടും കിട്ടുന്നൊരു സ്പോട്ട് എന്ന് പറയുന്നത് ഇതാവും. ഇവിടെ ആകുമ്പോൾ നല്ല ടേസ്റ്റുമാണ് അവിൽ മിൽക്കൊക്കെ. ചായ ആയാലും കോഫി ആയാലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചായയും കോഫിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിന് ഞങ്ങൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളൊക്കെ ഓരോരോ അവിൽ മിൽക്ക്, എന്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഓരോരുത്തരും ഓരോന്നാണ് സെലക്ട് ചെയ്തത്. കണ്ടോ, എനിക്കിതിൻ്റെ പേരൊന്നും ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ. അവർ ഇങ്ങനെ നോക്കിയിട്ട് മെനു കാർഡ് നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഓരോന്ന് സെലക്ട് ചെയ്തൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ അവിൽ മിൽക്ക് നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇവിടുത്തെ അവിൽ മിൽക്ക് ഇങ്ങനെ ഓരോ ഫ്ലേവറുള്ളതൊന്നും ഇഷ്ടമല്ല. സാധാരണ നോർമലായിട്ടുള്ള അവിൽ മിൽക്കാണ് ഇഷ്ടമുള്ളത്. ഞാനെന്തായാലും ഒരു കോഫിയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നേരത്തെ കണ്ടില്ലതാ ഇവരൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ക്യാമറാമാൻമാരൊക്കെ ഇടയ്ക്ക് ഞാൻ ഇവരെ കയ്യിലൊക്കെയാണ് കൊടുക്കാറുള്ളത് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിൽ മിൽക്കൊക്കെ കുടിച്ചു. ചായയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ കുറേ പേരുണ്ട്. കുറേ പേരുണ്ടായതുകൊണ്ട് തന്നെ ശരിക്കും ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ടാണ് പോകുന്നത് കേട്ടോ. മക്കളൊക്കെ വണ്ടിയിലൊക്കെ എത്തിയിട്ടാണ് പോകുന്നത്. എല്ലാവർക്കും ഒന്നും സ്പേസ് ഇല്ല എന്നുള്ളതല്ല, സ്പേസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞാൽ കുറച്ച് വലിയ കുട്ടികളായി തുടങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു സ്പേസിൻ്റെ ഒരു പരിമിതിയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റും. ഏതായാലും ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങൾ പോകുന്നത് എങ്ങോട്ട് വെച്ചാൽ എളാപ്പാൻ്റെ മോളെ വീട്ടിലേക്കാണ്. അതായത് എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോളെ വീട്ടിലേക്കാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു മാക്സി അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നിരുന്നല്ലോ. അപ്പോൾ അവളെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. അവളെ കല്യാണം കഴിച്ച് അവളെ സ്വന്തമായിട്ട് വീട്ടിലേക്കാണ് പോകുന്നത്. ചുങ്കം മേലാറ്റൂർ റോഡിന് പോയിട്ട് കാര്യവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അവരെ വീടുള്ളത്. അപ്പോൾ ഇനി അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം. അവിടെ പെട്ടെന്നുണ്ടായൊരു പോക്കാട്ടോ. ഞങ്ങൾ അതിൻ്റെ മുന്നേ കുട്ടിയൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പെട്ടെന്നൊരു വൈകുന്നേരം ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾ ഏകദേശം 5 മണിക്കാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒന്ന് അങ്ങനെ പോവാം എന്ന് വിചാരിച്ചു. കാരണം താത്ത വന്ന സമയത്ത് അവൾ 2 മാക്സി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ താത്താക്കും മാക്സി അടുപ്പിക്കാനൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കുറേ വഴിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. ഏതായാലും ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവളുടെ വീട്. ഇതാ ഈ എക്സ്പ്രഷൻ കണ്ടോ, ഇതാ മറ്റേ പുളി തിന്നണ എക്സ്പ്രഷനാണ്. അവനോട് എക്സ്പ്രഷൻ ഉണ്ടാകാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് ഓവറായിട്ടിട്ടതാണ്. ആ മറ്റേ ചതുരപ്പുള്ളിയില്ലേ, എല്ലാ നാട്ടിലെന്താ പറയുകയെന്ന് എനിക്കറിയില്ല, ഞങ്ങൾ ചതുരപ്പുളി എന്നാണ് പറഞ്ഞത്. അതുപോലെ സ്റ്റാറിൻ്റെ ആ ഒരു ഷേപ്പിലുള്ള പുളി കേട്ടോ. അപ്പോൾ അതാ മാക്സിയൊക്കെ നോക്കുകയാണ്. പിന്നെ അതാ അവിടുത്തെ മോള്, അവിടെ വലിയ മോള് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾ ഓരോ ക്രാഫ്റ്റ് മോഡലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരിതാ കർട്ടൻ്റെ ഉള്ളിൽ പോയിട്ട് കിച്ചൺ സെറ്റൊക്കെ വെച്ചിട്ട് കളിക്കുകയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് എല്ലാവരും ഫുട്ബോൾ കളി, സൈക്കിളുണ്ടായിരുന്നു, സൈക്കിൾ ഓടിച്ച് കളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഓരോരോ പണികളിലാണ്. ഭയങ്കര രസമായിരുന്നു, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ അവൾക്ക് 3 മക്കളാണ്. എളാപ്പാൻ്റെ മോൾക്ക് 3 മക്കളാണുള്ളത്. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. പെൺകുട്ടി മൂത്തതാണ് കേട്ടോ. അവൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾ നന്നായിട്ട് ഇതേപോലെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യും. പിന്നെ അതേപോലെ ഇതുപോലെ ക്രാഫ്റ്റിൻ്റെ ഓരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ കിയാപ്പ് ഇങ്ങനെ സൈക്കിളൊക്കെ ഓടിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അവന് അത്യാവശ്യമൊക്കെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ മോള് ഉണ്ടാക്കിയ ബാഗാട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു ഇങ്ങനെ തുണി ഇട്ടിട്ട്, ഒരു ഗ്ലൈസിങ് പോലെയുള്ള ഒരു തുണി ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു.
എന്താണ് അവളുടെ മെഷീനും കാര്യങ്ങളൊക്കെ. എന്താ ഇവർക്ക് പിന്നെ ഫുട്ബോൾ കളിച്ചിട്ട് മതിയാവണില്ല. അതിൻ്റെ കൂടെ ഇവരിവിടെ സൈക്കിൾ ചവിട്ടിയിട്ട് അവർക്കും മതിയാവണില്ല. അതിൻ്റെ ഇടയ്ക്ക് അവൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഫുഡ് കഴിക്കലും തുടങ്ങി. ഞങ്ങൾ വരുന്നതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ സർപ്രൈസായിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ എത്തിയതിന് ശേഷമാണ് ഇവൾ പിന്നെ ഞങ്ങളെ വിടാതെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. മന്തി ഷവായി അൽഫാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും നിലത്തിരുന്നിട്ട് വട്ടത്തിലിരുന്നിട്ടാണ് കഴിക്കുന്നത്. നല്ല രസമായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ 7 മണി 7:30 ആയിക്കുണ്ടോ. എത്തിയപ്പോൾ തന്നെ ഒരുപാട് നേരം വൈകി. പിന്നെ അതാ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസും കൂടെ എടുത്തതാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫാമിലി മക്കളൊക്കെ ഉള്ളത്. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. പക്ഷേ സംസാരമൊന്നും തീർന്നിട്ടില്ല. കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പോൾ ഇങ്ങനെ മുറ്റത്തിറങ്ങിയിട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ പോയിട്ട് എനിക്ക് വഴുതനങ്ങയൊക്കെ പറിച്ച് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നല്ല കൃഷി ഉണ്ടാക്കും. മുളക്, പച്ചമുളക്, തക്കാളി, വഴുതന, പയർ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വഴുതന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾ ആ രാത്രി പോയിട്ട് എനിക്ക് വഴുതനയൊക്കെ പറിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു വീടിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഹോം ടൂറൊക്കെ ചെയ്യുമോ എന്നുള്ളത്. അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത്. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോയിൽ ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കേട്ടോ, വീഡിയോയിലൊക്കെ ആയിട്ട് പറയണ്ട്. അപ്പോൾ പിന്നെ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.